വയനാട് കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ കെടാവർ നായകളെ വരെ എത്തിച്ച് തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ 5ആയി ഉയർന്നിരുന്നു. ഇതിൽ ഒരു മൃതദേഹം കേബിളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് അവസാനം കണ്ടെത്തിയത്. അപകടത്തിലാകെ 18 പേരാണ് പെട്ടിട്ടുള്ളത്. ഇതിൽ 9 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തിച്ചു. ഹിരകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ്, കൂപ്പമാൽ, കുഞ്ചു എന്നീ തൊഴിലാളികൾക്ക് പുറമെ രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ മേപ്പാടി SI സന്തോഷ് കുമാറും ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ 5 മുതൽ 7 വരെ ആളുകളെ കാണാതായി എന്നാണ് വിവരം. ഇവർ മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി സംസ്ഥാന പോലീസിന്റെ സ്നിഫർ നായകളെയും സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. കള്ളാടി മീനാക്ഷി പാലത്തിന് മുകളിലുള്ള മല ഇടിഞ്ഞ് മണ്ണും വലിയ കോൺക്രീറ്റ് ഭിത്തിയും തകർന്ന് റോഡിലേക്കും പുഴയിലേക്കും കുതിച്ചെത്തുകയായിരുന്നു. പ്രദേശത്ത് 24 മണിക്കൂറിനിടെ 265 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. കനത്ത മഴയെ തുടർന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ജോലികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിനാൽ അപകട സമയത്ത് നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പദ്ധതി പ്രദേശത്തെ സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ളവർ, തൊഴിലാളികൾ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ബസ് സ്റ്റോപ്പും നിരവധി വീടുകളും തകരുകയും ചെയ്തു. പാലത്തിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്ത ശേഷം പാലത്തിന്റെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അമിത വേഗതയിലുള്ള സുരക്ഷാ ദുരിതാശ്വാസ നടപടികളാണ് പുരോഗമിക്കുന്നത്. കള്ളാടിപ്പുഴയിലൂടെ മണ്ണ് ഒലിച്ചിറങ്ങുന്ന താഞ്ഞിരോഡ് ഭാഗത്തെയും ഏറാട്ടുകുണ്ട്, അട്ടമല, മമ്മിക്കുന്ന്, അംബേദ്കർ ഉന്നതി എന്നിവിടങ്ങളിലെയും കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പാലത്തിന് ഇരുവശങ്ങളിലുമായി കുടുങ്ങിപ്പോയ പ്രദേശവാസികൾക്കായി മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിലും ചൂരൽമല പള്ളി ഹാളിലും താമസമൊരുക്കിയിട്ടുണ്ട്. സ്കൂളിലേക്ക് പോയ കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. കൂടാതെ ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി T സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറും കൃഷിമന്ത്രി T സിദ്ദിഖും ദുരന്ത സ്ഥലത്ത് നേരിട്ടെത്തി. തുടർന്ന് IC ബാലകൃഷ്ണൻ MLA യുടെ അധ്യക്ഷതയിൽ കള്ളാടിയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. തിരുവമ്പാടി MLA CK കാസിം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, ജില്ലാ കളക്ടർ DR മേഘശ്രീ, ജില്ലാ പോലീസ് മേധാവി ദേവമനോഹർ, ADM K അജീഷ്, സബ് കളക്ടർ അതുൽ സാഖർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ADRFന്റെ 2 സംഘങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതേസമയം നിർമ്മാണ സ്ഥലത്ത് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് യോഗം വിലയിരുത്തി. കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് വലിയ അപകടമുണ്ടാക്കുമെന്ന് ഉദ്യോഗസ്ഥ സംഘം നേരത്തെ മുന്നറിയിപ്പ് നൽകിയ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കരാർ കമ്പനിക്ക് വലിയ വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി T സിദ്ദിഖും പ്രതികരിച്ചു. ദുരന്തത്തിൽ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയെക്കുറിച്ച് കർശനമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെടുകയും ചെയ്തു.